മമ്മൂക്കയുടെ വേറൊരു ഏട്ടൻ അഭിനയിച്ചല്ലോ, വലിയേട്ടൻ. അത് നമ്മുടെ ഒരു മുടന്നുള്ള കഥാപാത്രം. ഓക്കെ, അതും കൊള്ളാമായിരുന്നു. അത് നല്ല രസമായിരുന്നു. അത് ഒരു ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ത്രൂ ഔട്ട് ആ ഒരു മുടന്ന കഥാപാത്രം ചെയ്യാൻ പറ്റിയ ഒരു അവസരം ആയിരുന്നു. അത് ഫൈറ്റിലും ഡാൻസിലും സീൻസിലും ഒക്കെ തന്നെ ആ ഒരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ വേറൊരു നടന്റെ കൂടെ അഭിനയിച്ചല്ലോ, സ്വന്തം അച്ഛന്റെ കൂടെ, ആകാശത്തേക്കൊരു കിളിവാതിൽ. ഞാൻ ഓർക്കുന്നുണ്ട് ആ സിനിമ. അച്ഛന്റെ കൂടെ ഞാൻ ആദ്യം 2 നാടകങ്ങളിലാണ്. സിനിമയിൽ ഇതല്ലേ ആദ്യം? സിനിമയിൽ ഒരു ബസ്സിൽ പോകുന്ന പള്ളിയിലച്ഛനായിരുന്നു അച്ഛൻ. എന്റെ അച്ഛൻ പള്ളിയിലച്ഛൻ. താങ്കൾ അതിൽ യാത്രക്കാരനായിരുന്നു. അത് ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പിലിരിക്കുന്ന പെൺകുട്ടിയെ ശല്യപ്പെടുത്തുന്ന ഒരു സംഭവം അച്ഛൻ കണ്ടോണ്ടിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ച പള്ളിയിലച്ഛൻ കണ്ടോണ്ടിരിക്കുക. പക്ഷെ ഒറിജിനൽ അച്ഛനാണ്. അച്ഛന്റെ മുമ്പിൽ എപ്പോഴെങ്കിലും തടസ്സപ്പെടുത്തു ആ വികാര വായ്പ? അച്ഛൻ എന്താ പറയാന്നറിയോ, ഈ ധൈര്യമായിട്ട് ചെയ്യടാ എന്നേ പറയുള്ളൂ, അല്ലാതെ ഒരിക്കലും അച്ഛൻ. പക്ഷെ ഇത് അഭിനയിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞോ, നീ അച്ഛന്റെ മോനാടാ എന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല. എന്നാലും നീ ഓസ്കാർ കിട്ടേണ്ട ആളാ, ഇതിലൊക്കെയാണ് നിനക്ക് അല്ലേ അഭിനയശേഷിയുള്ളത്. ഇങ്ങനെ ഉണ്ടായിരുന്ന അഭിനയം നന്നായിരുന്നു. എന്തായിരുന്നു പെൺകുട്ടിയെ ശല്യപ്പെടുത്തി? കാരണം ആ സമയത്തുള്ള പ്രായം വെച്ച് നോക്കുമ്പോ അത് പെൺകുട്ടികൾ ബസ് കയറുമ്പോ ഒരു ഇഷ്ടം തോന്നുമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ആ പ്രായത്തില് അപ്പൊ അത് വെച്ചിട്ട് അവരെങ്ങനെ ഒരു രീതി ശല്യപ്പെടുത്തുന്ന അവസാനം ആ പെൺകുട്ടി ഒരു പിന്നെടുത്ത് വെച്ചിട്ട് എന്റെ വിരലൊരു കുത്തിയിട്ട് ആ ഒരു അതാണ് റിയാക്ട് ചെയ്യുന്നതാണ്. പള്ളിയിലച്ഛൻ ഇതിൽ ഇടപെടുന്നുണ്ടോ? പള്ളിയിലച്ഛൻ ഇത് കണ്ട് ആസ്വദിക്കുകയാണ്. ഒറിജിനൽ അച്ഛൻ ഒറിജിനൽ അച്ഛനും ആസ്വദിക്കുകയാണ്. രണ്ടുപേരും ആസ്വദിക്കും. അവര് രണ്ടല്ല, ഒന്നാണ് പള്ളിയിലച്ഛനും ഒറിജിനൽ അച്ഛനും. അപ്പോ അല്ല, ഈ രംഗത്തില് ഒരു സ്വാഭാവികമായ അഭിനയ രീതിയായിരുന്നല്ലോ. അതെ, ഇങ്ങനെ പ്രത്യേകിച്ച് അഭിനയിക്കേണ്ടി വന്നില്ല അല്ല, ഒരു സ്വാഭാവിക ഒരു അഭിനയ രീതിയായിരുന്നു. എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള പരാതികൾ അച്ഛന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? പള്ളിയിലച്ഛനല്ല ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മകനെ കൊണ്ട് പെൺകുട്ടികളെ കോളേജിൽ അയക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും ഇല്ല. അച്ഛൻ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. കോളേജ് പഠിപ്പിച്ചിട്ടില്ല. എന്നെ പഠിപ്പിച്ച് സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിലാണ്. നേരെ സ്കൂളിലും കോളേജിലും പഠിച്ചിട്ടേ എന്നെ നേരെ എങ്ങോട്ട് കൊണ്ടുപോയി സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി. അവിടെ പെൺപിള്ളേരില്ല. ഇപ്പൊ ഉണ്ട്, ഞാൻ പോയതിനു ശേഷം പെൺപിള്ളേരുണ്ട്. ഓക്കെ, നന്നായി. ഓക്കെ, താങ്കളുടെ മകനും അഭിനയിച്ചല്ലോ, നിങ്ങളുടെ കുടുംബ പാരമ്പര്യമായിട്ട് അല്ലേ? അതെ, ഞങ്ങള് പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് മകനും അഭിനയിച്ചു. സിനിമയിലെ കൊച്ചവപ്പോലും അയ്യപ്പൊക്കോലും എന്ന് പറഞ്ഞ കുഞ്ചാക്കോവിന്റെ കൂടെ ത്രൂ ഔട്ട് വേഷം ചെയ്തു. അത് ഒരു 8 years ബാക്ക്. അപ്പോ എനിക്ക് തോന്നുന്നത് ഇനി ഇപ്പൊ നമ്മളഥവാ അഭിനയിച്ചില്ല എന്ന് വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല അല്ല? വേറെ ആൾക്കാർ വീട്ടിൽ അഭിനയിക്കാനുണ്ടല്ലോ. ഓക്കെ, പിൻഗാമികളുണ്ട്. ജീവിതം തന്നെ ഒരു അഭിനയമാണല്ലോ. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ അത് ഈ അഭിനയിക്കാത്ത നിമിഷങ്ങൾ ജീവിതത്തിൽ ഇല്ലേ? അപ്പോ ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ കുടുംബത്തിലെത്തുമ്പോഴാണ്. അവിടെ അഭിനയൊന്നുമില്ല. അവിടെ അഭിനയിച്ചിട്ട് കാര്യമില്ല, അവർ പിടിക്കും. സുധീഷിന് കോഴിക്കോട് നഗരത്തിലൂടെ ഇപ്പോഴും ചമയങ്ങളൊന്നും ഇല്ലാതെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ? ഒരു സാധാരണക്കാരൻ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു ഭയങ്കര ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഞാൻ കോഴിക്കോട് ബീച്ചിലും അല്ലെങ്കിൽ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ ഞാൻ പോകാറുണ്ട്. അതിനും ഞാൻ അങ്ങനെ ആൾക്കാർ തിരിച്ചറിഞ്ഞാൽ തന്നെ ഞാനത് നല്ല രീതിയിൽ എടുത്തുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ടെൻഷൻ ഒന്നുമില്ല. ഇല്ല, ഒരു നടനാന്നുള്ള ഭാരമൊന്നുമില്ല. ഒരിക്കലും നമ്മൾ ഇറക്കി വെച്ചു. അപ്പൊ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് 70,000 ചോദ്യം. ക്വസ്റ്റ്യൻ പ്ലീസ്. അപ്പോൾ 70,000 ചോദ്യമാണ്. ഇനി ഉത്തരം സൂക്ഷിച്ച് പറയണം, കാരണം പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സുധീഷ് പണം നഷ്ടപ്പെട്ടു പോയ വാവിട്ട് നിലവിളിക്കുന്ന കൂട്ടത്തിലാണോ? വിഷമമുണ്ടാവും, തീർച്ചയായിട്ടും. ഭയങ്കര സങ്കടം ഉണ്ടാവും. എപ്പോഴെങ്കിലും അങ്ങനെ പൈസ എല്ലാം കളഞ്ഞു പോയിട്ടുണ്ടോ? അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. മറ്റുള്ളവരുടെ പൈസ കളഞ്ഞു പോകുമ്പോ എങ്ങനെ ഫീലിംഗ്? നന്നായി എന്ന് പറയൂ? ഇല്ലില്ല, വിഷമേ ഉള്ളൂ. പിന്നെ അപ്പൊ ചോദ്യം ഇതാണ്, 70,000 ചോദ്യം. തലയും വാലും ഉണ്ടെങ്കിലും ശരീരമില്ലാത്തത് എന്താണ്? തലയും വാലും ഉണ്ടെങ്കിലും ശരീരമില്ലാത്തത് എന്താണ്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. നോ ഓപ്ഷൻസ്, നോ ചോയ്സ്. 70,000 ചോദ്യം. ഇത് തുടങ്ങുന്നതിന് മുമ്പ് കളികളിലൊക്കെ സാധാരണ ഉപയോഗിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വേൾഡ് കപ്പിൽ ഉപയോഗിച്ചിരുന്നു. മനസ്സിലായി പറഞ്ഞോളൂ. ഹെഡ് തല, വാലിട്ടേൽ അതുണ്ടെങ്കിലും ശരീരമില്ല. ഇപ്പഴാ കിട്ടിയത്. നാണയം. ഓ, കോയിൻ. ഉത്തരം ശരിയാണ്. ആരാ പറഞ്ഞ സുധീഷിന് ആവശ്യമുള്ള ബുദ്ധിയില്ലെന്ന്? ഈ കോംപ്ലിമെന്റ് സാറാണ് ഇടയ്ക്ക് പറയാറുള്ളത്. ഇല്ല, എനിക്ക് സുധീഷിനോട് എന്തെന്നില്ലാത്തൊരു ബഹുമാനമാണ്. ഞാൻ എത്ര കാലമായിട്ട് കാണുന്ന ഒരു ഫിഗറാണിത്. സുധീഷ് ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം. അയ്യോ, വേറൊന്നുമല്ല, സിസ്റ്റം ഒന്ന് ഹാങ് ആയി. അത് സാധാരണ സംഭവിക്കുന്ന നമ്മള്. അപ്പൊ നമുക്ക് പക്ഷേ സമയം കളയണ്ട, ഞാൻ ചോദിച്ചോളാം. അപ്പൊ എനിക്ക് സമ്മാനം? അല്ല, അത് ചോദ്യം ചോദിക്കും, ടെൻഷൻ ആവണ്ട. ചോദ്യം ഏതാണ്? കേരളത്തിൽ
പാര വെച്ച് തകർക്കാൻ വരുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഞാൻ പറയാം, തേങ്ങ. അതുപോലെ ഒരു സാധനമാണ് ഞാൻ പറയുന്നത് ഈ പാര വയ്ക്കുന്നത്. അതെന്താണെന്നാണ് എൻ്റെ ചോദ്യം. മറ്റൊരു തേങ്ങയല്ല. അല്ലല്ല, അതല്ല. അത് അതിന് അല്ല, സമ്മാനം കിട്ടൂല. ഞാൻ അത്രയും ലളിതമായ ഒരു ചോദ്യം സുധീഷിനോട് ചോദിക്കുവോ? സുധീഷ് അത് ആലോചിച്ച് നോക്ക്. അത് എത്ര രൂപയുടെ ചോദ്യമോ? എന്നോടായതുകൊണ്ട് എനിക്ക് സംശയം. വളരെ ആത്മാർത്ഥമായിട്ട് ഗവേഷണം ചെയ്ത് പാര വെച്ച് പൊളിക്കുന്ന ഒരു സാധനം. പാര വെച്ച് പൊളിക്കുന്ന സാധനം. പൊളിക്കും എന്ന് വെച്ചാൽ ഈ തേങ്ങ പോലെ തന്നെ പാര കൊണ്ട് പൊളിക്കപ്പെടുന്ന ഒരു സാധനം. പ്രായമായും തോന്നുന്നു. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ചെറുപ്പകാലത്തൊക്കെ ഇത് കുറെ ചെയ്തതാ. ഞാൻ സ്വന്തം ജീവിതത്തിലൊക്കെ ചെറുപ്പകാലത്ത് ഇത് പല ആൾക്കാർക്ക് വിട്ട് പണിഞ്ഞിട്ടുണ്ട്. മനസ്സിലായി. ഞാൻ പറയട്ടെ. മനസ്സിലായി. മനസ്സിലായല്ലോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്റെ ഉത്തരം ശരിയാണെന്ന് എനിക്കറിയില്ല. മനസ്സിലാക്കുന്നതാണെന്ന് ചോദിക്കുന്നു. പ്രേമം. ഉറപ്പാണോ? പ്രേമം തന്നെ. ഞാന് സുധീഷേ, ഉത്തരം ശരിയാണ്. സുധീഷ് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, സ്വന്തം ജീവിതത്തിൽ ഒരുപാട് പേർക്കിട്ട് പണിഞ്ഞിട്ടില്ലേ? അല്ല, ഞാനങ്ങനെ പണിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് അറിയുന്ന കാര്യങ്ങളുണ്ട് ഒരുപാട്. ഓക്കെ. അല്ല, ഈ തേങ്ങയ്ക്ക് വേറെ പ്രത്യേകത ഉണ്ട്. എന്താണാവോ? തേങ്ങയ്ക്ക് പല പേരുകളുണ്ട്. ആദ്യം നമ്മള് തേങ്ങയ്ക്ക് വെള്ളയ്ക്കാന്ന് പറയും, മച്ചിങ്ങ എന്ന് പറയും, പിന്നെ നമ്മൾ കരിക്ക് എന്ന് പറയും, കരിക്ക്, പിന്നെ തേങ്ങ എന്ന് പറയും, പിന്നെ അത് കൊപ്രയാക്കും, കൊപ്രാന്ന് പറയും. അങ്ങനെ പല പേരുകൾ തേങ്ങയ്ക്കുണ്ട്. ശരിയല്ലേ? അത് ശരിയാ. മാത്രമല്ല സുധീഷ്, ഓരോ സമയത്തിന് അതുകൊണ്ട് പിണ്ണാക്കുണ്ട്. ഓരോ സമയത്തിനനുസരിച്ച് ഇതിന്റെ പേര് മാറും. അതാണ് തേങ്ങയുടെ പ്രത്യേകത. അതെ. ഇതേപോലെ ഒരു കാര്യം ഉണ്ടായി. വേറൊരു സാധനമുണ്ട്. ഞാൻ ഈ സർവകലാശാലയിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന സമയത്ത് ഈ ഏപ്രിൽ 1-ാം തീയതി നമ്മളവിടെ ഒരു സിമ്പോസിയം നടത്തി. സിമ്പോസിയം അന്ന് വിഷയം എന്തായിരുന്നു? രോമമായിരുന്നു. രോമം നമ്മുടെ ഈ അപ്പൊ ഈ അവിടെ ഒരു ഗവേഷണ കുതുകി കണ്ടുപിടിച്ചൊരു കാര്യം, ശരീരത്തിന്റെ ഓരോ സ്ഥലം മാറുന്നതിനനുസരിച്ച് രോമത്തിന്റെ പേര് മാറും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് തലയിലാണെങ്കിൽ മുടി, കണ്ണിലാണെങ്കിൽ പുരികം, മൂക്കിന് തീഴയാണെങ്കിൽ മീശ, നെഞ്ചത്താണെങ്കിൽ താടി, നെഞ്ചത്താണെങ്കിൽ സാർ ആയതുകൊണ്ട് എന്താ പറയാൻ എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, നമ്മളില്ല അതോ ലോകത്തേക്ക് ഞാൻ യാത്രയാവില്ല. താങ്കൾ ടെൻഷൻ ആവണ്ട. അങ്ങനെയില്ല, നമ്മൾ പറയുന്നതിന് ഒരു എപ്പോഴും ഒരു പരിധി കൽപ്പിക്കുന്ന ആളാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ സിസ്റ്റം റെഡിയായി. അല്ല, അപ്പൊ എനിക്ക് എത്ര രൂപ കിട്ടി? അപ്പൊ ഇപ്പൊ ഈ പൈസയൊന്നും കിട്ടിയിട്ടില്ല സുധീഷ്. കാര്യം എന്തറിയോ, ഞാൻ ഈ സിസ്റ്റം റെഡിയാക്കാനുള്ള കുറച്ചൊരു സമയം അവർ കൊടുക്കണമായിരുന്നു. അപ്പൊ സുധീഷിനെ ഒന്ന് എൻഗേജ് ആക്കി നിർത്തണമല്ലോ, സിനിമ നടനല്ലേ, ടെൻഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്താ. അത്രേ ഉള്ളൂ. മാത്രമല്ല സുധീഷ് 1-2 കാര്യങ്ങൾ ചെയ്തതായിട്ട് എനിക്ക് ചില ആളുകൾ പറഞ്ഞു തരികയും ചെയ്തു ചെറുപ്പകാലത്ത്. അതുകൊണ്ട് ഞാൻ ഇനി അത് പറയുന്നില്ല. കാരണം അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവൂല. മാത്രമല്ല അത് കേൾക്കുമ്പോൾ വീട്ടിൽ നിന്ന് കാണുമ്പോൾ പെട്ടെന്ന് അവർക്ക് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടോ? 1-2 കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ സുധീഷിന് മറവി നല്ല ലക്ഷണമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, ചിലത് കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർമ്മിക്കാൻ പഠിക്കണം. ഓർമ്മകൾ ഉണ്ടാക്കണം. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. TV ചന്ദ്രൻ സിനിമയല്ലിത്. ഞാൻ ശരിയായിട്ട് പറഞ്ഞതാ, ഓർമ്മകൾ ഉണ്ടാകണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. സിസ്റ്റം എല്ലാം റെഡി? ഓക്കെ, ഇനി നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. മാത്രമല്ല താങ്കൾ ചോദിച്ച പോലെ ഈ 80,000 രൂപയുടെ ചോദ്യമാണ്. അടുത്ത് കഴിഞ്ഞാൽ 1 ലക്ഷത്തിൽ കിടക്കുക. 1 ലക്ഷത്തിൽ കടന്നാൽ എന്നെ എങ്ങനെ ഒരു കയറ്റം വെച്ചടി അങ്ങോട്ട് കയറി പോവും. അപ്പൊ റെഡി? 80,000 രൂപയുടെ ചോദ്യം. ക്വസ്റ്റ്യൻ പ്ലീസ്. 52 പടികളുള്ള ഒരു ഏണിയിൽ കയറുന്നതിനിടെ ഒരു പെൺകുട്ടി പിടിവിട്ട് വീണു. എന്നിട്ടും അവൾക്കൊന്നും പറ്റിയില്ല. എന്തായിരിക്കും കാരണം? ഒറ്റ ഉത്തരമേ ഉള്ളൂ, നോ ഓപ്ഷൻ. ഇങ്ങോട്ട് വരണ്ടായിരുന്നു തോന്നുന്നു ഇപ്പോ. അല്ല, 52 പടികളുള്ള ഒരു ഏണിയിൽ കയറുന്നതിനിടെ ഒരു പെൺകുട്ടി പിടിവിട്ട് വീണു. അത് തന്നെ. അതെ, അവൾക്കൊന്നും പറ്റിയില്ല. അതെന്താ കാരണം? എന്താ കാരണം ഞാൻ ചോദിക്കുന്നത്. ചോദ്യം അതാണ്. ഞാൻ പറയട്ടെ. ആദ്യത്തെ പടിയിൽ നിന്ന് വീണ ഒന്നും പറ്റൂലല്ലോ. ഉത്തരം റെഡിയാണോ? ഉത്തരം റെഡിയാണ്. അല്ല, എനിക്കിപ്പം സുധീഷിനോട് ആദരവ് കൂടി വരുന്നു. കാരണം അങ്ങനെ കൂടാത്തതാ. കാരണം ഇത് കൃത്യമായിട്ട് ആലോചിച്ച് ഇപ്പോഴാണ് സുധീഷ് ഒരു മത്സരാർത്ഥിയായിട്ട് മാറിയത്. ആദ്യമൊക്കെ സുധീഷ് ശരിക്കും പറഞ്ഞ സാറിന്റെ ലെവലിലേക്ക് വന്നോണ്ടിരിക്കുക. കാരണം ഞാൻ എന്റെ ലെവലിലേക്ക് കാരണം ഞാൻ ഇങ്ങനെ പരിപാടി എടുത്തിട്ട് ആരുടെയെങ്കിലും ഇപ്പോഴാണ് ഞാൻ സാറിന്റെ റേഞ്ചിലേക്ക് വന്നോണ്ടിരിക്കുന്നത്. എന്റെ ലെവലിലേക്ക് എന്തോ എന്ത് പറ്റി? സാറിന്റെ ലെവലിലേക്ക് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്റെ ലെവലിലേക്ക് വരില്ലേ എന്നാണ് പറഞ്ഞത്. ഞാൻ കുറച്ച് ഉയരത്തിലല്ലേ നിൽക്കുന്നത്. ഓ, ആ ലെവലിലേക്ക് വരുന്നത്. കുട്ടേട്ടൻ ഹൈ ലെവൽ. കുട്ടേട്ടന്റെ കോമഡിയാണത്. മനസ്സിലായില്ലേ? നമുക്കിനി സുധീഷിനെ എത്ര കിട്ടി? ഇപ്പൊ പൈസ കിട്ടി. 80,000 രൂപ കിട്ടി. 80,000. ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പം എത്ര ലക്ഷം രൂപ കണക്കൂട്ടിയാ വന്നത്? അത് 1 കോടി അടിക്കാനുള്ള തീരുമാനമായിട്ട് വന്നു. 1 കോടി അടിക്കാൻ തന്നെയാ തീരുമാനിച്ചത്. വീട്ടിലെന്താ പറഞ്ഞത്? വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ മുഹൂർത്തം സംജാതമാകുമെന്ന് പറഞ്ഞു. 1 കോടി പരിപാടിക്ക് വേണ്ടി പോവാണ്. ഫുൾ കോൺഫിഡൻസ് ആയിട്ട് വന്നിട്ട് 1 കോടി തന്നെ അടിക്കാൻ. അവരൊന്ന് ഞെട്ടിയോ?
അവര് ഞെട്ടി, കാരണം ഞാനും പറയുമ്പോൾ ഞെട്ടും സ്വാഭാവികം. അതായത് അതുകൊണ്ടല്ല സുധീഷ് ഇങ്ങനെ ഒരു ക്വിസിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു എന്നറിയുമ്പോൾ അവർക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ സ്ട്രൈറ്റ് ആയിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ, ധനിക്ക് ഈ ഉള്ളവനെ കുറിച്ചൊരു അഭിപ്രായം എങ്ങനെയാ? വൈജ്ഞാനിക കാര്യങ്ങളിലേക്കൊക്കെ യാത്ര പോയാൽ നമ്മളെ കുറിച്ച് ധർമ്മപത്നിക്കുള്ള അഭിപ്രായം എന്താണെന്നാണ് ലളിതമായ ചോദ്യം. നല്ല അഭിപ്രായമാണ്, അത്യാവശ്യം വിവരമുണ്ട് എന്നുള്ളതാണ് ഇന്നും വിശ്വസിക്കുന്നുണ്ട്. അത് എന്നെ ആ കുട്ടിയുടെ ക്ഷമാശീലം മനസ്സിലാക്കണം അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. വീട്ടിൽ അഭിനയമൊണ്ടോ? ഇല്ല, വീട്ടിൽ അഭിനയമൊന്നുമില്ല, പക്ഷേ ചില ഘട്ടങ്ങളിൽ നമുക്ക് അഭിനയിക്കേണ്ടി വരും. സുധീഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? എനിക്ക് എല്ലാ ഭക്ഷണം വീട്ടിലുണ്ടാക്കുന്നതൊക്കെ ഇഷ്ടമാണ്. ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദോശേന്റെ ഒരു കാര്യം പറയുമ്പോൾ ഒരു പറയാനുണ്ട്. നമ്മുടെ ഹരികൃഷ്ണൻസ് ഷൂട്ടിംഗ്, കുഞ്ചാക്കോ ബോബനും ഞാനും കൃഷ്ണപ്രസാദും ഒക്കെ ഉണ്ട് ആ പടത്തില്. ഷൂട്ടിംഗ് അല്ലാത്ത സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ നല്ല ഫുഡുകൾ കണ്ടെത്തുക, കഴിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഹോബി. അതിൽ ചാക്കോച്ചൻ ആ കാര്യത്തിൽ മുൻപന്തിയില്ല. ആ കഥ പറയുമ്പോൾ വേറെ കഥ പറയാം. എന്താണെന്നറിയാം, ചന്ദമാമ എന്ന് പറഞ്ഞ് ഷൂട്ടിംഗ് നടക്കുക. ഞാനുണ്ട്, കലാഭവൻ നവാസ് ഉണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം മിക്കവാറും രാത്രിയുള്ള ഷൂട്ടിംഗ്. അവിടെ ആലപ്പുഴ ഒരു വലിയ സെറ്റ് ഇട്ടിട്ട്, ഒരു വലിയ ബംഗ്ലാവ് സെറ്റ് ഇട്ടിട്ട് അവിടെയാണ് ഷൂട്ടിംഗ്. ഈ പറഞ്ഞ പോലെ നൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഷൂട്ടിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചാക്കോച്ചന് അന്നൊരു 11 ആയിരിക്കുമ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞു, ചാക്കോച്ചൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര അസൂയയായി. കാരണം എന്താ വെച്ചാൽ ചാക്കോച്ചൻ പോയി കിടന്നുറങ്ങാൻ പോവാണല്ലോ. അത് ഭയങ്കര വിഷമമായി ഞങ്ങൾക്ക്. കാരണം ഞങ്ങളിവിടെ പണിയെടുക്കണം, അവൻ പോയി കിടന്നുറങ്ങുകയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അവൻ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ചാക്കോച്ചൻ ഹാപ്പി ആയിട്ട് പോയി. ആലപ്പുഴ തന്നെയാണ് അവൻ്റെ വീട്, അവിടെ തന്നെയാണല്ലോ. ഹാപ്പി ആയിട്ട് അവൻ പോയി. അപ്പം ഞങ്ങൾ പിന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുക, ഞാനും നവാസും. അപ്പം അത് രാത്രി ഉറക്കവും വരുന്നുണ്ട്, അഭിനയിക്കാതിരിക്കാനും പറ്റില്ല, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഒരു 4-4:30 മണിയായപ്പം ഞങ്ങൾ പറഞ്ഞു അങ്ങനെ അവൻ ഉറങ്ങണ്ട, വിളിക്കാന്ന് പറഞ്ഞു, മൊബൈലിൽ വിളിക്കാന്ന് പറഞ്ഞു. അവനെ വിളിച്ച് എഴുന്നേപ്പിച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് റിങ് ചെയ്യും, കാരണം ഒരാൾ ഉറങ്ങുകയാണല്ലോ. അപ്പൊ റിങ് കേട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഹലോ ഇങ്ങനെയൊക്കെയാണല്ലോ എടുക്കുക. അത് പ്രതീക്ഷിച്ച ഞങ്ങൾ വിളിക്കുന്നത്. ഫസ്റ്റ് റിങ് തന്നെ ഹലോ ചാക്കോച്ചൻ, ഞെട്ടി. നീ ഉറങ്ങിയില്ലേ? അല്ല, ഞാനിവിടെ എറണാകുളം താജ് ഹോട്ടലിൽ കാപ്പി കുടിച്ചോണ്ടിരിക്കുക. അത് പറഞ്ഞു പുള്ളി. അതാണ് ചാക്കോച്ചൻ. അതായത് പുള്ളി അവിടുന്ന് പോയിട്ട് എറണാകുളത്ത് ഒരു ടൂറ് പോലെ നല്ല ഭക്ഷണം കഴിക്കുക. അപ്പൊ ചാക്കോച്ചനോട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നല്ല നല്ല ഫുഡ് നമുക്ക് എല്ലാ സ്ഥലത്തും കിട്ടും. ഇപ്പൊ ഞാൻ ചെന്നൈയിൽ ഷൂട്ടിങ്ങിന് പോയപ്പോഴും, പ്രേം പൂജാരിന്റെ ഷൂട്ടിങ്ങിന് പോയപ്പോഴും, ഏത് സമയത്താണെങ്കിലും ചാക്കോച്ചൻ അറിയാം 24 hours സർവീസ് ഉള്ള ഹോട്ടൽസ് ഒക്കെ ചാക്കോച്ചൻ അറിയാം. അവിടെ എത്തിയിരിക്കും, ഞങ്ങൾ പോകും. അപ്പൊ ഞങ്ങൾ കൊടൈക്കനാലിൽ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഈ പറഞ്ഞ പോലെ ദോശ സ്പെഷ്യൽ കിട്ടുന്ന ഒരു സ്ഥലം, അത് വേറെ കഥ. ദോശ സ്പെഷ്യൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് ചാക്കോച്ചൻ കണ്ടുപിടിച്ചിട്ട് ഞങ്ങളൊക്കെ പോയി. അപ്പം ഞങ്ങൾ ഇരിക്കാൻ പോയപ്പം പറഞ്ഞു അല്ല അവിടെ ഇരിക്കണ്ട. അപ്പൊ പോയി ഞങ്ങളൊരു ഹാളിൽ കൊണ്ടുപോയിട്ട് ഒരു വലിയൊരു മീറ്റിംഗ് നടക്കുന്ന പോലത്തെ ഒരു ടേബിൾ, വലിയ ഹാളിൽ വലിയ ടേബിളും ഒരുപാട് കസേരകളും. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഒരു ലോഡ് കൊണ്ടുവരുന്ന പോലെയാണ് ഈ ദോശ ഇങ്ങനെ കൊണ്ടുവരുന്നത്. വലിയ ഓഹോയ് എന്ന് പറഞ്ഞിട്ട് അത്ര നീണ്ട ദോശ. അല്ലടാ, ഞങ്ങളെയൊക്കെ ആ ഒരു പ്രായമായതുകൊണ്ട് ഞങ്ങളത് തീർത്തു കേട്ടോ. നീളത്തിലുള്ള ദോശയായിരുന്നു, ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനെ അത്രയും വലിയൊരു ദോശ കാണുന്നത്. ഞങ്ങൾ ഒരുമിച്ച് കടയുടെ സ്പെഷ്യൽ അതാണോ? അതെ. അത് നല്ലൊരു ഓർമ്മയല്ലേ? ആ സുധീഷ്, ഇനി താങ്കൾ കാത്തിരുന്ന ആ 1 ലക്ഷം രൂപയിലേക്ക് നമ്മൾ കടക്കുകയാണ്. 1 ലക്ഷം കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം വരുന്നുണ്ട്, ഭയങ്കരമായിട്ട്. വല്ലാതൊരു കുളിര് പോലെ, മഴക്കാലം കൂടെ അല്ലേ. പക്ഷെ ഈ കുളിരൊക്കെ കുളിക്കുന്നവരേ ഉള്ളൂ, അങ്ങ് പോകും. ഞാൻ ഉത്തരം തെറ്റിയാൽ അങ്ങ് പോകും എന്ന് സാരം. ഇനി ചങ്ങാതിമാരുടെ ഒരു ലൈഫ് ലൈൻ ബാക്കിയുണ്ട് അല്ലേ? 2 ഭീകര കക്ഷികളല്ലേ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? 2 പ്രസ്ഥാനങ്ങള്, ഒരാള് ഹോമിയോ, ഒരാള് കൃഷി. എല്ലാ മേഖലകളിലും ഓക്കെയാണ്. കൃഷിക്കാരനെ ഹോമിയോ ചെയ്യും വേണമെങ്കിൽ അല്ലേ? കൃഷ്ണപ്രസാദ്, ഒറ്റ ചോദ്യം, കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ ചോദിക്കാൻ മറന്നുപോയി. കുഴപ്പമില്ല സാറേ, എന്താ പറയാ, എന്തോ ഒരു അവശതയുണ്ടല്ലോ കൃഷിക്ക്. കർഷകർക്ക് എല്ലാം ഒരു അവശതയുണ്ടല്ലോ, ആ ഒരു അവശത തന്നെ നമുക്കും. താങ്കളുടെ കൃഷിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? കുഴപ്പം എപ്പോഴും നമ്മൾ പരാതിയോ പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചോളം കർഷകർക്ക് ഇപ്പോഴും നേരിടുന്നത് അവർക്ക് യഥാർത്ഥ മൂല്യമുള്ള വില കിട്ടുന്നില്ല എന്നുള്ളതിന്റെ ഒരു സങ്കടമാണ്. കർഷക സമരത്തിന് ഡൽഹി പോയായിരുന്നു? കർഷക സമരത്തിന് ഡൽഹി പോകേണ്ട ആവശ്യം ഇല്ല. ഇത് ഞങ്ങൾ കേരളത്തിൽ കൃഷി പറയുന്ന കേട്ടപ്പോൾ എനിക്ക് തോന്നി. അല്ല, കാരണം നമുക്ക് നെൽകൃഷിയാണ് കൂടുതൽ. അപ്പൊ നെൽകൃഷി നെൽകൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഞാനൊരു 8-10 ഏക്കർ ചെയ്യുന്നുണ്ട്. നെൽകൃഷി ലാഭകരമായിട്ട് നടത്താൻ പറ്റും? ലാഭകരമാണ്, പക്ഷെ നമുക്കത് യഥാർത്ഥത്തിൽ അത് കൊടുക്കുന്ന സമയങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ പൈസ കിട്ടുകയും ഒക്കെ ചെയ്താൽ, കാരണം ഞങ്ങളൊരു മൂല്യം ഇടയ്ക്കെന്തോ പൈസ താമസിച്ചു എന്നും പറഞ്ഞ ഒരു അഭിപ്രായം പറഞ്ഞ് വിവാദത്തിൽ പെട്ടുപോയി. അതെ. അതൊക്കെ പിന്നെ അതിൽ നിന്നൊക്കെ ഊരിയായിരുന്നു അല്ലേ? അല്ല സാറേ, അത് കഴിഞ്ഞ് അടുത്ത കൃഷി കഴിഞ്ഞു, അതിന്റെയും പൈസ കിട്ടാൻ ഇപ്പൊ ഏതാണ്ട് അതുപോലെ താമസിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കഴിഞ്ഞ തവണ കിട്ടിയില്ലെന്നുള്ള നിലവിളി ഇപ്പോഴും പ്ലേ ആവുന്നേ ഉള്ളൂ. അടുത്ത സീസണിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്.
തന്നെയാണ് സംഭവിക്കുന്നത്. അതെ, ഒരേ കാര്യം ആവർത്തിക്കുന്നു. അതെ അതെ. അപ്പൊ താങ്കൾ നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ സുധീഷ്, ഇനി 1 ലക്ഷം രൂപയുടെ ചോദ്യം. ക്വസ്റ്റ്യൻ പ്ലീസ്. അപ്പൊ സുധീഷ്, ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം. ചോദ്യം ഇതാണ്: സംസാരശേഷി ഇല്ലാത്ത ഒരാൾ കടയിൽ നിന്ന് ടൂത്ത് ബ്രഷ് വാങ്ങാൻ പല്ല് തേക്കുന്നതായി ആംഗ്യം കാണിക്കുന്നു. എന്നാൽ പിന്നാലെ എത്തിയ കാഴ്ചശക്തി ഇല്ലാത്ത ഒരാൾ ടൂത്ത് ബ്രഷ് വാങ്ങാനായി എന്ത് ചെയ്യും? അപ്പൊ ഞാൻ കണ്ണ് കാണാത്ത ഒരാളെന്ന് വിചാരിച്ചു. അതെ, യെസ്. ഞാൻ ആദ്യം കടയിൽ എത്തണ്ടേ, അത് എന്ത് ചെയ്യും? കടയിലെത്തി. ഇനി അകത്തോട്ട് ഒരു കട പൊളിക്കണ്ട. ഇല്ല, ആ. അവിടെ എത്തി. ആ. അവിടെ എത്തിയിട്ട് ഞാൻ ടൂത്ത് ബ്രഷ് തരുമോന്ന് ചോദിക്കും. ശരിയല്ലേ? അത് കറക്റ്റാ. ഉത്തരം ശരിയാണ്. സുധീഷ്, യു ആർ എ ഗ്രേറ്റ് മാൻ. ഞാൻ കണ്ണടച്ചപ്പോഴാണ് ഞാൻ ആ ഫീൽ വന്നത്. എനിക്ക് അഭിനയിച്ചപ്പോഴാണ് അത് കിട്ടിയത്. അതെ അതെ. കണ്ണടച്ചപ്പോ എനിക്ക് തോന്നി ചോദിക്കണ്ട എന്ത് ചെയ്യും. നല്ല ആക്ടർ ആകട്ടോ. ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന അഭിനയം. അല്ല, ഇപ്പൊ സാറിന് തോന്നുന്നില്ല ഞാൻ സാറിന്റെ നിലവാരത്തിലേക്ക് പൂർണ്ണമായിട്ട് എത്തി? എന്റെ നിലവാരം കടന്നും കയറി. ഇത്രയും വലിയൊരു നിലയിലെത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വലിയ മാത്രമല്ല എനിക്ക് ഒത്തിരി ആദരവ് കൂടി സുധീഷ്. എന്റെ ഫേസിൽ അറിയായില്ലേ? അതെ, ഞാൻ ഐ എം വെരി ഹാപ്പി. മാത്രമല്ല ഈ അഭിനയം ഇത്രയും അടുത്ത് നമ്മൾ കാണുമല്ലേ. സാറിന്റെ കൂടെ കൂടിയിട്ട് എന്റെ റേഞ്ച് കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്റെ റേഞ്ച് താഴെ പോയി. അപ്പൊ സംഭവിച്ചെന്താ മനസ്സിലായി? 1 ലക്ഷം രൂപ കിട്ടി. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഇനി സൂക്ഷിച്ചുത്തരം പറയണം, അല്ലെങ്കിൽ സംഭവം എന്താ അറിയാമോ? കിട്ടിയോടെ പോവും. കഴിഞ്ഞ റൗണ്ടിൽ താങ്കൾ പറഞ്ഞപ്പോൾ ഉത്തരത്തിന് 80,000 രൂപ കിട്ടി. അപ്പൊ അതിന്റെ പകുതി 40,000 രൂപ താങ്കൾക്ക് കിട്ടും. അതുകൊണ്ട് തെറ്റിക്കാതെ പോവുക. തെറ്റിക്കാതെ പോയാൽ താങ്കൾക്ക് ഇനി വെച്ചടി കയറും. ലക്ഷങ്ങൾ കൊണ്ടുള്ള ഒരു കളിയായിരിക്കും. സുധീഷ്, കുറഞ്ഞൊരു 5 സിനിമ അഭിനയിച്ച പൈസ ഒറ്റയടിക്ക്. സാറിന് എന്റെ ശമ്പളം കറക്റ്റായിട്ട് അറിയാമല്ലോ. എനിക്കറിയാം. കാരണം ഞാൻ സുധീഷിന്റെ അടുത്ത ചില സുഹൃത്തുക്കൾ എൻ്റെ മിത്രങ്ങളാണ്. അവരോട് ചോദിക്കുമ്പോൾ അവന് അത്രയും കാശൊന്നും കിട്ടാറില്ല. അത് കാര്യം അവരങ്ങനെ വേണമല്ലോ. അങ്ങനെ ഇരിക്കട്ടെ, കാരണം ആരും കടം ചോദിക്കൂലല്ലോ. ഇല്ല, സുധീഷിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ? സാമ്പത്തികമായിട്ടൊക്കെ നല്ല നിലയിലല്ലേ പോകുന്നത്. അത് പറയുമ്പോൾ മാത്രം അല്ല, എന്താണ് ഈ നല്ല നില ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നത്. അത് ഏത് നിലയിലും ഓക്കെ. സുധീഷിന്റെ 5 കോടി ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ നമ്മുടെ ഡോക്ടറെ അടുത്ത് 6 കോടി ഉണ്ട്. 5 കോടി ഉണ്ടെങ്കിലും 5 ലക്ഷം ഉണ്ടെങ്കിലും എനിക്ക് നല്ല നില തന്നെയാണ്. സുധീഷ് സംതൃപ്തനാണോ ജീവിതത്തിൽ? തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. ഇല്ല. കാരണം നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഏറ്റവും ആഗ്രഹമുള്ള കാര്യമാണ് അഭിനയിക്കുക എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഒരു സിനിമാ നടനാവാന്ന് പറയുന്നത് തന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഇത്രയും കാലം ആ ഉപജീവന മാർഗമായിട്ട് സിനിമയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, ഇഷ്ടപ്പെട്ട തൊഴിൽ ഇഷ്ടത്തോടെ ചെയ്തുകൊണ്ട് അതിൽ കിട്ടുന്ന വരുമാനം. സുധീഷ്, അഥവാ ഈ സിനിമാ നടനായിരുന്നില്ല എങ്കിൽ എന്താകുമായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ മിക്കവാറും ഞാൻ ആ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ. അതിന് കാര്യമൊക്കെ അറിയണ്ടേ? അത് കാര്യം അറിയണം, പഠിക്കണം. അതാ ഞാൻ പ്രീ ഡിഗ്രി 80% മറക്കരുത്. പക്ഷെ അതൊരു സംഭവം. BSc ഫസ്റ്റ് ക്ലാസ്. പക്ഷെ പ്രീ ഡിഗ്രിയും ഡിസ്റ്റിങ്ഷൻ അല്ലായിരുന്നു. 88% ഉണ്ട്. ഏത് കോളേജായിരുന്നു അത്? ദേവഗിരി കോളേജ്. 88% പ്രീ ഡിഗ്രി. ആ കോളേജിനെ കുറിച്ചൊക്കെ അല്ലേ നമ്മൾ എന്താ പറയല്ലേ? ദേവഗിരി കോളേജ് നല്ല കോളേജല്ലേ? നല്ല കോളേജാണ്. ഓക്കെ, 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് പോയാലോ? 2 lakhs. അതപ്പോൾ സുധീഷിന്റെ പ്രതീക്ഷകൾ പൂവണിയാൻ പോകുന്നു. ആർ യു റെഡി? റെഡി സർ. ഓക്കെ, ക്വസ്റ്റ്യൻ പ്ലീസ്. കഴുത്തുണ്ടെങ്കിലും തലയില്ലാത്തത് എന്താണ്? കഴുത്തുണ്ട് പക്ഷെ തലയില്ല, എന്താണ് സാധനം? ചെറിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കഴുത്തുണ്ടെങ്കിലും തലയില്ലാത്തത് എന്താണ്? ഒന്ന് അഭിനയിച്ച് നോക്കിയാലോ? തല പോയിട്ടോ? തല പോയിട്ടുള്ള അഭിനയൊന്നും അല്ല, വേണ്ട. അല്ല, എനിക്ക് തോന്നുന്നു സുധീഷ് നേരത്തെ അഭിനയിച്ചപ്പോഴേ പെട്ടെന്ന് കിട്ടിയത്. അതെ, കണ്ണ് കാണാത്ത അഭിനയിക്കുന്നത്. അതൊക്കെ ജീവനില്ല ഈ വസ്തുവിന്. ജീവനുള്ള വസ്തു അല്ല. 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. അവസാനിപ്പിക്കാണോ? അല്ല, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ 40,000 രൂപയായി പോകും. ഹെൽപ്പ് ലൈൻ ഇല്ലേ? ഒരു ഹെൽപ്പ് ലൈനും കൂടെ ഉണ്ട്. അത് ട്രൈ ചെയ്താലോ? അത് നമ്മുടെ ചങ്ങാതിമാര്. അതെ, അപ്പൊ അവരിലേക്ക് പോവാം അല്ലേ? പോട്ടെ, പിന്നെ കുഴപ്പമില്ല. ചങ്ങാതിമാരെ, നിങ്ങൾക്കൊരു അവസരം കിട്ടി. കൃഷ്ണപ്രസാദൻ, ഡോക്ടർ ശ്രീവത്സൻ, നിങ്ങളുടെ ഊഴമാണ്. കഴുത്തുണ്ടെങ്കിലും തലയില്ലാത്തത് എന്താണ്? ഡോക്ടറുമായിട്ട് റിലേറ്റ് ആണ്. ഡോക്ടർ ശ്രീവത്സന് വേണ്ടി ഞാൻ വേണ ഒരു ക്ലൂ പറയാം. ഈ സാധനം 1-ാം തീയതി കിട്ടത്തില്ല. അങ്ങനെ കുപ്പിയോ ആണോ? സുധീഷ്, കുപ്പി. ഉത്തരം ശരിയാണ്. ഓക്കെ, ഞാൻ ഡോക്ടറായിട്ടല്ല ബന്ധപ്പെടുത്തിയത്, ഞാൻ വേറെ രീതിയിൽ ബന്ധപ്പെട്ടു. എനിക്ക് മനസ്സിലായി അല്ലേ? 1-ാം തീയതി പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഓക്കെ, അപ്പൊ എന്തായാലും കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ 2 ലക്ഷം രൂപ കുപ്പിയാണ്. 1-ാം തീയതി കുപ്പിക്ക് പോയാലും കുഴപ്പമില്ല. 2 ലക്ഷം രൂപ താങ്കൾ കിട്ടി. കൺഗ്രാറ്റുലേഷൻസ്. 2 lakhs. താങ്ക് യു സർ. ജീവിതത്തിലെ സുധീഷേ, ഒരിക്കലും പ്രതീക്ഷിക്കാത്തതും എന്നാൽ സിനിമ ഇറങ്ങിയപ്പം സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്ത സിനിമ ഏതായിരുന്നു സുധീഷിന്?
അല്ല, നമ്മളെല്ലാ സിനിമകളും ഹിറ്റാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സംശയവുമില്ല. അപ്പം അങ്ങനെ പ്രതീക്ഷയില്ലാത്ത ഈ പൈസക്ക് വേണ്ടി മാത്രം അഭിനയിച്ച സിനിമ ഉണ്ടോ? ചില ആൾക്കാർ അല്ല, ഈ പൈസക്ക് വേണ്ടി അഭിനയിച്ചാലും അത് അഭിനയം തന്നെയല്ലേ? അല്ലേ? പൈസക്ക് വേണ്ടി തന്നെ എല്ലാവരും അഭിനയിക്കുന്നത്. അപ്പൊ ചില കഥാപാത്രങ്ങൾ നമുക്ക് മനസ്സിലാവും ഇത് ചിലപ്പം അത്ര നമ്മൾ എത്രയോ ചെയ്ത കഥാപാത്രങ്ങളാണ്. അപ്പൊ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു, നമ്മൾ അതിന്റെ കാശ് മേടിക്കുന്നു, അതൊക്കെ. അതല്ല, നമുക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ക്യാരക്ടർ കിട്ടുമ്പോഴാണ് നമുക്ക് അതിലൊരു സ്പെഷ്യൽ തോന്നുന്നത്. അല്ല, അങ്ങനെ ഏതെങ്കിലും സിനിമയുണ്ടോ? അതായത് നമുക്ക് ഈ സിനിമയെ കുറിച്ച് പ്രതീക്ഷയൊന്നുമില്ല, എന്നാൽ ആ സിനിമ ഇറങ്ങിയപ്പോൾ സൂപ്പർ ഹിറ്റ്, പ്രതീക്ഷിച്ചിട്ട് ഓടാതിരുന്ന സിനിമകളുണ്ട്. എന്നല്ലാതെ തീരെ പ്രതീക്ഷിക്കാതെ ഓടിയ സിനിമ അങ്ങനെ ഒരു സംഭവം ഇല്ല. എങ്കിൽ പോട്ടെ, ഈ പ്രതീക്ഷ ഉണ്ടായിട്ട് തകർന്നു പോയ സിനിമ ഏതാപ്പോ? അങ്ങനെ ഒരു സിനിമ ഞാൻ ഒരുപാട് ഗംഭീരമായിട്ട് പഠിച്ചിട്ടും നമ്മുടെ സംവിധായകന്റെ നിർദ്ദേശപ്രകാരവും എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ ചുറ്റുപാടിൽ നിന്നുള്ള കഥാപാത്രങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വളരെ ആവേശത്തോട് ചെയ്ത ഒരു സിനിമയായിരുന്നു ഇപ്പൊ അടുത്തിറങ്ങിയൊരു സിനിമ. അതിന് പറയാൻ പറ്റുന്നതാണോ? പേരൊക്കെ പറയാം. അത് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്നാണ് പടത്തിന്റെ പേര്. അത് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത നമ്മുടെ ഇന്നാത്താൻ കേസുകൂടെ ഒരു സ്പിൻ ഓഫ് പോലെ അതിൽ 2 കഥാപാത്രങ്ങൾ എടുത്തിട്ട് ചെയ്തൊരു സിനിമയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു അതൊരു ഗംഭീര സിനിമ തന്നെ, എനിക്കൊരു സംശയമില്ല. പക്ഷെ അത് അത്രത്തോളം റീച്ച് ആ പടത്തിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അത്രയും ഗംഭീരമായിട്ട് ഞാൻ അത് പഠിച്ച് പറയാം. ഒന്നാമത് എൻ്റെ അച്ഛൻ്റെ കഥാപാത്രം തന്നെ അതിലുണ്ട്, ഒരു നാടകക്കാരനാണ് ബേസിക്കലി കഥാപാത്രം. സുധീഷോ? ക്യാരക്ടർ. അപ്പൊ അച്ഛൻ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ജോളിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എന്നെക്കാട്ടൊക്കെ എല്ലാവരോടും ഭയങ്കര ഫ്രീ ആയിട്ട് ഇടപെടുകയും ഭയങ്കര രസമായിട്ട് നാടകം തന്നെയാണ് അച്ഛൻ്റെ ജീവിതം എന്ന് പറയുന്നത്. മൊത്തത്തിൽ നാടകക്കാരനാണ് അച്ഛൻ. മനസ്സിലൊന്നും വെക്കാതെ എല്ലാം തുറന്നു പറയുകയും ചിലപ്പം അതിന് തിക്താനുഭവങ്ങൾ ഉണ്ടാവാം, പക്ഷെ എങ്കിലും അച്ഛൻ തുറന്നു പറയും എല്ലാ കാര്യങ്ങളും, അപ്പം റിയാക്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അച്ഛൻ മാത്രമല്ല. അപ്പൊ അങ്ങനെ നാടക സംഘത്തിന്റെ ഒരു കഥ പറയുകയും അതിലൂടെ എല്ലാം തുറന്നു പറയുന്ന കൂട്ടത്തിലായിരുന്നു. എല്ലാം തുറന്നു. അങ്ങനെയാണെങ്കിൽ സുധീഷ് അഭിനയിച്ച ഒരു അറുബോറൻ സിനിമ, അല്ല ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഏതെങ്കിലും ഒരു ക്യാരക്ടർ സുധീഷ് ചെയ്ത് കുളമായിപ്പോയി. ഇപ്പം നമുക്ക് എല്ലാ സിനിമയും ഒരുപോലെ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അത് കൃത്യമായി, പക്ഷേ ഭാര്യ ഉൾപ്പെടെ എല്ലാവരും ചേട്ടൻ്റെ അഭിനയം നന്നായിരുന്നു, ഗംഭീരമായി എന്നൊക്കെ പറഞ്ഞില്ല. അച്ഛൻ മുഖത്തടിച്ച് പറഞ്ഞു, പൊട്ട സിനിമയായി പോയി, നിന്റെ അഭിനയം കൊള്ളത്തില്ല, നീ മേലെ ഇതുള്ള ക്യാരക്ടർ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു അച്ഛനല്ലേ, മകനെ വേദനിപ്പിക്കാൻ പറ്റൂലല്ലോ. എന്നാലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാര്യം അച്ഛൻ കുറച്ച് സ്ട്രെയിറ്റ് ആണെന്ന് എനിക്കറിയാം, എനിക്കും അദ്ദേഹത്തെ പരിചയമുണ്ടല്ലോ. അച്ഛൻ സ്ട്രെയിറ്റ് ആണ്, പക്ഷേ മകനോടുള്ള വാത്സല്യം കൊണ്ട് പറയാതിരുന്നു. അഭിനയത്തിന്റെ കാര്യത്തിലല്ല, അഭിനയത്തിന്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ അത് അച്ഛൻ എല്ലാവരും പ്രോത്സാഹിപ്പിക്കാറുള്ളൂ, നന്നാവാൻ പറയാറുണ്ട്, നന്നായിട്ട് അഭിനയിക്കാൻ. ചില അഭിനയം അച്ഛൻ പറയും, ചില കാര്യങ്ങളിൽ ഫേസ് എക്സ്പ്രഷൻസ് ഒക്കെ അച്ഛൻ പറയും, അത് നീ ഒന്ന് മാറ്റിയെടുക്കണം, മാറ്റി പിടിക്കണം, നിനക്ക് ചില സ്ഥായിയായ ചില സാധനങ്ങളുണ്ട്, അത് നീ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയും. സുധീഷ് കൂർമ്മ ബുദ്ധിയുള്ളവനാണോ എന്ന് ചെക്ക് ചെയ്യാൻ പെട്ടെന്നൊരു ചോദ്യം. അതായത് ഇപ്പൊ പല സിനിമാ താരങ്ങളും ഈ സംവിധായകന്റെ മേലങ്കി അണിയുന്നുണ്ട്, ആ വഴിക്ക് സുധീഷ് പോവൂ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സംവിധാനം. ഡയറക്ടറായ ആളാണ്, എത്രയോ നാളുകൾ സീരിയൽ ഡയറക്ട് ചെയ്തു ഏഷ്യാനെറ്റില്, അതെനിക്ക് ഓർമ്മയുണ്ട്. കൃഷ്ണപ്രസാദ് അഭിനയിച്ചിട്ടുണ്ട്. അതെ, ആ സീരിയലിന്റെ പേരെന്തായിരുന്നു? കൃഷ്ണപ്രസാദ്. ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി, ഏഷ്യാനെറ്റിനും ഇഷ്ടമായി, ഞാനതവിടെ ഉണ്ടല്ലോ. അതെ അല്ല, എനിക്കൊരു മനസ്സുള്ള ആളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഫുൾ ടൈം ആക്റ്റീവായി നിൽക്കാൻ പറ്റിയ ഒരാൾ സംവിധായകൻ മാത്രമേ ഉള്ളൂ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആക്ടേഴ്സിന് ഇഷ്ടംപോലെ ഫ്രീ ടൈം ഉണ്ട്, പക്ഷേ സിനിമ വീണാ കമന്ന് വീഴുന്നോണ്ട് ഡയറക്ടറാ. അതാണ് പ്രശ്നം. നടൻ കാശും കൊണ്ട് വീട്ടിൽ പോയി. നടൻ ആ കാര്യത്തിൽ ഹാപ്പിയാണ്. കാര്യം വീണാല് ഡയറക്ടറാണ്, വീണില്ലെങ്കിൽ എന്റെ പടം ഹിറ്റായാലും ബുദ്ധിമുട്ടാണ്. അതുപോലെ അടുത്ത പടം ചെയ്യണ്ടേ, വലിയ പാടാ, ടെൻഷനാ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. സംവിധായകം എന്നുള്ള ജോലി എന്ന് പറയുന്നത് ഒരു ഫുൾ ഇൻവോൾവ് ആയിട്ട് എല്ലാ കാര്യം അറിയുകയും പഠിക്കുകയും ചെയ്തിട്ട് ഒരു മേൽനോട്ടം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. പക്ഷേ ഇപ്പൊ ഞാൻ അതിന് മുതിരുന്നില്ല എന്താണെങ്കിലും. അപ്പൊ നമ്മളിനി 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. പൊതുവെ എങ്ങനെ ഈ ക്ലാസ്സിലൊക്കെ പ്രൊഫസർമാർ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളായിരുന്നു. ദേവഗിരി കോളേജിലെ പ്രൊഫസർമാരൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് കള്ളം പറയരുത്, ആലോചിക്കാതെ കള്ളം പറയരുത്. അല്ല, ക്ലാസ്സിൽ കയറിയാലേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. പുറത്താ എപ്പോഴും അല്ലേ, വിശ്രമം അല്ലേ? ഷൂട്ടിംഗ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ വളരെ കുറച്ച് ക്ലാസ്സുകളെ അറ്റൻഡ് ചെയ്തുള്ളൂ. അറ്റൻഡൻസ് കുറവായിരുന്നു ഷൂട്ടിംഗ് ഉള്ളത്. എന്നിട്ട് 80%. അതാണ് എന്റെ ബുദ്ധി. സർവകലാശാലയുടെ അവസ്ഥ. ഓക്കെ, 3 അക്ഷരമുള്ള മലയാളം വാക്കിന്റെ ആദ്യ അക്ഷരം പറഞ്ഞാൽ അതൊരു ഇംഗ്ലീഷ് വാക്കാവും, അവസാന അക്ഷരം പറഞ്ഞാൽ അതൊരു ഹിന്ദി വാക്കാവും. ഞാനും നിങ്ങളും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലും തട്ടുകടയിലോ ഹോട്ടലിലോ ഇത് വാങ്ങാൻ കിട്ടത്തുമില്ല. എന്താണ് ഈ സാധനം?
കൂടെ വന്ന മൂന്നക്ഷരം എന്നുള്ള ഞാനേ മൂന്നക്ഷരം. സുധീഷ് അതിനിടയില് അങ്ങോട്ട് നോക്കിപ്പോയി. അപ്പൊ അവരുണ്ടല്ലോ ഇങ്ങനെ അങ്ങ് തലേ കുനിച്ചു. അവർക്ക് അറിയത്തില്ല. ഓക്കെ, മാത്രമല്ല ചിലപ്പോ ചില നേതാക്കന്മാരൊക്കെ സുധീഷ് എത്തിച്ചിട്ടില്ലേ, 2004 ഈ രാജ്യത്ത് എന്ത് സംഭവിച്ചു എന്ന് മുന്നിൽ ഇരുന്ന ആളോട് ചോദിക്കും പ്രസംഗത്തിനിടയിൽ. അയാൾ കുനിഞ്ഞങ്ങിരിക്കും. അതെ, ഇയാൾ ഇനിയും ചോദ്യം ചോദിക്കും എന്ന് പറഞ്ഞ പോലായിരിക്കും കൃഷ്ണപ്രസാദിന്റെ അവസ്ഥ. കൃഷ്ണപ്രസാദ് ശരിക്കും അറിയത്തില്ലല്ലോ. കൃഷ്ണപ്രസാദ് പറയണമെങ്കിൽ പറയാം സാർ. അയ്യോ പറയല്ലേ. ഡോക്ടർ ശ്രീവത്സനെ അപ്പൊ നിർഭാഗ്യവശാൽ നമുക്ക് അവരുടെ ഉത്തരം എടുക്കാൻ പറ്റത്തില്ല. അല്ല, ഞാനേ ഈ മൂന്നക്ഷരം എന്നുള്ള വാക്ക് കേട്ടപ്പോ ഞാനൊരു കവിത പണ്ട് എഴുതിയിട്ടുണ്ട്. സുധീഷ് കവിത എഴുതിയിട്ടുണ്ട്. ഒരു കവിത എഴുതി. സുധീഷും കവിത എഴുതി. സുധീഷും കവിത എഴുതി. അതെ, അതായത് നമ്മൾ ഈ പണ്ട് സമയങ്ങളിൽ എഴുത്തിനോട് എനിക്ക് ഭയങ്കര താല്പര്യം. അപ്പം ഈ കവിതകൾ എഴുതാനും ഒക്കെ ഭയങ്കര എഴുത്തുണ്ടല്ലേ. ഇപ്പൊ ഇല്ല. പ്രണയലേഖനങ്ങളില്ല, എഴുതിയിട്ടില്ല. ഇല്ല, മിസ് ചെയ്തു. പക്ഷെ ഈ പിന്നെ മൂന്നക്ഷരം എന്ന് പറയുന്ന ഒരു കവിത എഴുതി. അതുകൊണ്ട് ഞാൻ പറയാൻ കാര്യം. ഓ, അങ്ങനെ ഒരു മൂന്നക്ഷരം എന്ന് പറയുന്നത് എന്താ? മൂന്നക്ഷരം കളവ്, കളവ്, മൂന്നക്ഷരം. അങ്ങനെ ഒരു കവിത എഴുതിയിട്ടുണ്ട്. കളവെന്നായിരുന്നു എന്റെ പേര്. അതെന്റെ സ്കൂൾ മാഗസീനിലൊക്കെ അച്ചടിച്ചു വന്നു. ഇപ്പൊ ആ അസുഖമുണ്ടോ? ഇപ്പൊ അസുഖമില്ല. ഇല്ല, നന്നായി. വായനക്കാരെ രക്ഷപ്പെട്ടു അല്ലേ? ഓക്കെ. അതെ, അല്ല, ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴേ മൂന്നക്ഷരം കേട്ടപ്പോ ഞാൻ അതിലേക്ക് പോയി അറിയാതെ. ഓക്കെ, 2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒന്ന്, താങ്കൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ നേരത്തെ കിട്ടിയ പണം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി വിജയകരമായൊരു പിന്മാറ്റം നടത്താം. അതല്ലെങ്കിൽ തെറ്റുത്തരം പറഞ്ഞ് നേരത്തെ കിട്ടിയ പണത്തിന്റെ പകുതി വാങ്ങിച്ച് കോഴിക്കോട്ടേക്ക് മടങ്ങാം. ധന്യ സന്തോഷവതിയാവും. പറയട്ടെ? ഏകദേശം ഓക്കെ ആണെന്ന് തോന്നുന്നു എനിക്ക്. വിവാഹം. വിവാഹോ? അതെങ്ങനെ ശരിയാവും? വി ഇംഗ്ലീഷ് വി ഫസ്റ്റ് അങ്ങനല്ലേ പറഞ്ഞേ? ആദ്യ അക്ഷരം പറഞ്ഞാൽ അതൊരു ഇംഗ്ലീഷ് വാക്കാവും. ഓക്കെ അല്ലേ? അപ്പം വി എന്ന് പറഞ്ഞാൽ മലയാളമാണ്. വി അതൊരു ഇംഗ്ലീഷ് വാക്കല്ലേ? വി. പിന്നെ ഹം, വിവാഹം. ഓ, ഉത്തരം ശരിയാണ്. വിവാഹമാണ് ശരി. 3 ലക്ഷം രൂപ താങ്കൾക്ക് കിട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ തന്നെ ഓർത്താൽ ഗുണമുണ്ടെന്ന് മനസ്സിലായോ? ഓക്കെ, തീർച്ചയായും ആദ്യമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും അല്ലേ? അതെ, അതെ. ഞാൻ എന്താ വെച്ചാൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ പിന്നെ ഈ കല്യാണം എന്നുള്ള പ്രയോഗം കൂടുതൽ അവിടെ പ്രയോഗിക്കുക. ഓ, കല്യാണം. വിവാഹം നിങ്ങൾ ഉപയോഗിക്കാറില്ല? കുറവാ. രണ്ടും ഒരു സാധനം തന്നെയാണ്. പക്ഷെ അതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടാഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഭാര്യയുമായിട്ട് യോജിക്കാൻ പറ്റുന്ന വിഷയം എന്താണ്? അതെന്താ വെച്ചാൽ രണ്ടുപേരുടെയും മനസ്സ് ഏകദേശം ഒരുപോലെയാണ്. എങ്ങനെ നിർമ്മിച്ചു? അങ്ങനെ അത് എങ്ങനെയാണെന്ന് അറിയില്ല. അത് എന്താ വെച്ചാല് ഭയങ്കര ഒരു ലിബറൽ ആയിട്ടുള്ള മനസ്സാണ്. എല്ലാവരും ഒരുപോലെ കാണാനും സ്നേഹിക്കാനും ഒക്കെ ചിന്തിക്കുന്ന ഒരു. അതായത് എഴുത്തിന്റെ അസുഖമല്ലോ ഉണ്ടോ? തനിക്ക് ഉണ്ട്. തന്നെ എഴുതും. അപ്പൊ അതുപോലെ എന്റെ മകൻ ഇപ്പം എഴുതിയിട്ട് ഷോർട്ട് സ്റ്റോറിയിൽ ഇപ്പം കളക്ടർ എടുത്ത് സമ്മാനം കിട്ടി. കുടുംബ പാരമ്പര്യമായിട്ട് അതൊരു പിന്നെ എന്താ പറയാ, അവനെ എഴുതി കൊടുത്ത. അപ്പൊ മോന്റെ അമ്മയ്ക്കും ഒരു ആശംസ. അച്ഛന് ഇല്ലയെന്ന് ചോദിക്കരുത്. അച്ഛന് ആശംസകൾ നാട്ടുകാർ തന്നു കഴിഞ്ഞല്ലോ. ഓക്കെ, നമുക്കിനി 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക്. ഒന്ന് സന്തോഷിക്കും മനുഷ്യ. 5 lakhs, 5 ലക്ഷം രൂപ. 500,000 വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. 5 ലക്ഷം. ഓക്കെ, ക്വസ്റ്റ്യൻ പ്ലീസ്. ചോദ്യം ഇതാണ്, സൂക്ഷിച്ചു കേൾക്കണം. കുട്ടേട്ടൻ വടക്കോട്ട് 100 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞാൽ കുട്ടേട്ടനെ ദിശ ചെയ്ത്. കുട്ടേട്ടൻ വടക്കോട്ട് 100 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞാൽ കുട്ടേട്ടനെ ദിശ ചെയ്ത്. ഒന്നുകൂടെ നോക്കൂ. കുട്ടേട്ടൻ വടക്കോട്ട് 100 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞാൽ കുട്ടേട്ടന്റെ ദിശ ചെയ്ത്. അതെന്താ ചോദ്യമായി? ഇത് നല്ല സൂപ്പർ ചോദ്യം അല്ലേ? ഓപ്ഷൻസ് ഒന്നുമില്ല. ഇത് 5 ലക്ഷം രൂപ ചോദ്യം. 500,000 rupees. തെറ്റിപ്പോയാൽ ഫുള്ള് പോവും. തെറ്റിപ്പോയാൽ എനിക്ക് സന്തോഷം. അയ്യോ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഉത്തരം പറയുമ്പോ ശ്രദ്ധിക്കണം. അല്ല, ഹെൽപ്പ് ലൈനും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, മൊത്തം കഴിഞ്ഞു. കുട്ടേട്ടന് പ്രത്യേകത ഒന്നുമില്ല, സാധാരണ മനുഷ്യൻ തന്നെയല്ലേ? ആയിക്കോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. കുട്ടേട്ടൻ റോബോട്ട് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് അറിയേണ്ട കാര്യം, ഇത് തെറ്റിയാല് 30,000 രൂപ കിട്ടും. നല്ല കാര്യമാണോ സാറിനല്ലേ? നല്ല എന്റെ ആംഗിളിലാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നല്ല കാര്യമാണല്ലോ അത്. അപ്പോ സുധീഷ് അതേസമയം പിന്മാറിയാൽ താങ്കൾക്ക് 1.5 ലക്ഷം രൂപ കിട്ടും. ഓ, അപ്പൊ റിസ്ക് എടുക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അല്ല, 30,000 വേണോ 1.5 ലക്ഷം രൂപ വേണോ എന്ന് ആലോചിച്ചാൽ മതി. എന്തായാലും ആലോചിക്കുമ്പോൾ 1.5 ലക്ഷം ആയിരിക്കുമല്ലോ ബെറ്റർ.
അപ്പൊ ഞാൻ റിസ്ക് എടുക്കാൻ എനിക്കൊരു ഉത്തരം എന്റെ മനസ്സിലുണ്ട്, ആ, പക്ഷെ ഞാൻ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇല്ല. കാരണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ 30,000 കിട്ടുള്ളൂ. ആ, അത്രേ ഉള്ളൂ. തെറ്റിയ 30,000 ഉള്ളൂ. അതെ. ആ, അപ്പൊ ഞാൻ കാര്യം ഇതിന്റെ ചോദ്യത്തിന് ആ. ഞാൻ എന്തായാലും ഒരു ഉത്തരം പറയാൻ റിസ്ക് എടുക്കുന്നില്ല. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം താങ്കൾ പിന്മാറുന്നു ഈ മത്സരവേദിയിൽ നിന്നാണ്. ഞാൻ പിന്മാറുകയാണ്. ആ, പിന്മാറുകയാണ്. അതെ. അപ്പൊ സുധീഷ് ഈ മത്സരവേദിയിൽ നിന്ന് പിന്മാറുന്നു. സുധീഷിനെ പോലൊരു നടന്റെ കൂടെ സംസാരിച്ചിരിക്കുന്ന സന്തോഷമാണ്. പക്ഷെ പിന്മാറുന്നു എന്ന് പറയുന്നത് എനിക്ക് വല്ലാത്തൊരു ആഹ്ലാദ അതിരേകമാണ്. ഒരു എനിക്ക് കംപ്ലീറ്റ് നെഞ്ചിലൂടെ ഒരു മന്ദമാരുതൻ വീശി അടിച്ച ഒരു ഫീലാ. കാര്യം കമ്പനിയുടെ കാശ് പോകുമ്പോൾ ഓരോ സമയത്ത് എനിക്ക് ടെൻഷനല്ലേ. അപ്പോൾ താങ്കൾക്ക് 1.5 ലക്ഷം രൂപ സ്വന്തമായിട്ടുണ്ട്. ഒരുപാട് സുധീഷ്, ഞാൻ അതൊക്കെ തമാശയ്ക്ക് പറഞ്ഞാണ്. സുധീഷ് അറിയേണ്ട കാര്യം, ഈ മത്സരവേദിയിൽ നിന്ന് 6 കോടിയിലധികം രൂപ ഇതിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾ കൊടുത്തിട്ടുണ്ട്. പല ആൾക്കാരുടെയും ജീവിതം രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. കോഴിക്കോടൊക്കെ ഉണ്ട് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. അവിടെ ഒരു ഡാൻസ് ടീച്ചറുണ്ട്, ജീവിതമേ രക്ഷപ്പെട്ടു. ആ ടീച്ചർ ഇപ്പോൾ വീട്ടിൽ ഉറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും ഇത് കേൾക്കുന്നത്. ഇല്ല ടീച്ചർ, ഞാൻ വെറുതെ പറഞ്ഞ കിടന്നുറങ്ങിക്കോളൂ. അപ്പോൾ സുധീഷിന്റെ മനസ്സിൽ എന്തോ ഒരു ഉത്തരം ഒളിമിന്നി എന്നല്ലേ പറഞ്ഞത്? അതൊന്ന് തെളിമിന്നിയാലോ? തെളിമിന്നാം. ആ, ഒന്ന് മിന്നിക്കോ. കുട്ടേട്ടൻ വടക്കോട്ട് പോയാൽ വലത്തോട്ട് തിരിഞ്ഞാൽ 50 മീറ്റർ നടന്നാൽ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞാൽ ഇയാൾക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് വിചാരിച്ചു. ഇയാളെ വീട്ടിൽ തന്നെ എത്തും, അതായത് തെക്കോട്ടെത്തും. ഓ, വെരി അൺഫോർച്ചുനേറ്റ്. താങ്കളുടെ ഉത്തരം ശരിയാണ്. ശരിക്കും ശരിയാണ്. എന്താ ചെയ്യുക, നേരത്തെ ഇതൊക്കെ ആലോചിക്കണ്ടേ? പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ഇന്റലിജന്റ് ആട്ടോ, ജീനിയസ്. ആ, ഞാൻ എവിടെയെങ്കിലും എഴുതി ഒപ്പിട്ട് തരണേ, ഞാൻ ഒപ്പിട്ട് തരാം. ആണോ? ആ, താങ്ക് യു. യഥാർത്ഥത്തിലുണ്ടല്ലോ, നിങ്ങൾ ഈ സിനിമ നടനാവേണ്ട ആളല്ല, നിങ്ങളൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവേണ്ട ആളാകട്ടോ. നല്ല ഒരു കമ്പ്യൂട്ടർ തലയാണ്. ആണല്ലേ? എനിക്ക് ബഹുമാനമായി. സന്തോഷം. ഞാൻ പറഞ്ഞില്ല, ഇതുവരെ ഇല്ലായിരുന്നു, ഇപ്പോഴാണ് കുറച്ച് കൂടി വന്നത്. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും അതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങി. അതല്ല, ബ്രെയിൻ ഷാർപ്പായി. എങ്ങനെ അതല്ല, ഇനി സിനിമാ ലൊക്കേഷനിലൊക്കെ സുധീഷിനെ കാണുമ്പോൾ തന്നെ അവർ സംസാരിക്കാനെന്ന് അറയ്ക്കും. ഇത്രയും ബുദ്ധിവൈവം അവർ പ്രതീക്ഷിക്കില്ലല്ലോ. എനിക്ക് സംശയം സാറെന്നെ ഇളക്കുന്നതാണോ അത് ഇളക്കുന്നതായിട്ട് അഭിനയിക്കുന്നതാണോ? ഇല്ല, കൊരയടിക്കല്ല. ഞാൻ ഇതൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞു, എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരിക. ആവശ്യമില്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. വളരെ സന്തോഷം. അപ്പൊ നമുക്കിനി സന്തോഷകരമായിട്ട് പിരിയാൻ സമയം. ഒരുപാട് നമ്മൾ ഒത്തിരി തമാശകളൊക്കെ പറഞ്ഞെങ്കിലും സീരിയസ് ആയിട്ട് സുധീഷിന്റെ അഭിനയം എനിക്കും വലിയ ഇഷ്ടമാണ്. താങ്ക് യു. തീർച്ചയായിട്ടും ഒത്തിരി നല്ല വേഷങ്ങൾ ചെയ്തു. കിണ്ടിയിൽ പരിമിതപ്പെടുത്തുന്ന നടനല്ലോ സുധീഷ്, കിണ്ടിക്കപ്പുറം കടന്നുപോയ അഭിനയ ലോകമല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് തീർച്ചയായും, പിന്നെ ആൾക്കാർ പറയാനൊരു സുഖം കൊണ്ടും പിന്നെ ലാലേട്ടന്റെ വിളിയുടെ ഒരു സുഖം കൊണ്ടും ഒക്കെയാണ് അത് എനിക്കൊന്ന് സൂപ്പർ ഹിറ്റായത് എന്നാണ് തോന്നുന്നത്. അപ്പൊ ഇനി ഒരുപാട് സിനിമകൾ ചെയ്യട്ടെ. 200 എന്നുള്ളത് നമ്മൾ അടുത്ത തവണ ഇതേപോലെ ഒരു വേദി കാണുമ്പോൾ 400 600 ആയിക്കോട്ടെ. ഓക്കെ, വളരെ സന്തോഷം. താങ്ക് യു സുധീഷ്. അപ്പോൾ 1.5 ലക്ഷം ഇവിടെ ചെക്ക് നമ്മൾ സന്തോഷമായിട്ട്, ഇത് ചെക്ക്, ഇത് നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ്. താങ്ക് യു. ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണം. തീർച്ചയായിട്ടും. ഇത് എവിടെയാ നമുക്ക് നേരത്തെ കളയൂ? ഇല്ല, ഒരിക്കലും കളയില്ല. സർട്ടിഫിക്കറ്റ്സ് ഒന്നും കളയില്ല. ഓക്കെ, അപ്പോൾ സന്തോഷമുണ്ട്. ഓക്കെ, നന്നായിരിക്കട്ടെ. കാണാം കോഴിക്കോട് വെച്ചു. ഓ, ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു. സുധീഷുമായി കുറച്ചധികം നേരം സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞു. നിങ്ങൾക്കും സന്തോഷമായി എന്നാണ് എൻ്റെ വിശ്വാസം. ഒരംഗം കൂടി കഴിഞ്ഞു. ഗുഡ് ബൈ.